ഉദ്ദിത, ദൈവമേ, രക്ഷക, സമാധാനമേ. ഇന്ന് 2 വീഡിയോ ഉണ്ടായിരിക്കും. ഒന്ന് മെഡിക്കൽ, മറ്റൊന്ന് ആധ്യാത്മികം. ഒരു ദിവസം നമ്മുടെ കൃഷ്ണേട്ടനും ജോസഫ് ചേട്ടനും അതുപോലെ തന്നെ മുഹമ്മദ് കാക്കയും കൂടി സാമുദായിക സമാധാനത്തിന് സമ്മേളനം കഴിഞ്ഞ് വരികയായിരുന്നു. നോക്കുമ്പോൾ ഒരാൾ നിലത്ത് കിടക്കുകയായിരുന്നു. 3 പേരും ഓടി അടുത്ത് വന്നു. ഉടനെ തന്നെ അദ്ദേഹത്തെ 2 ഷോൾഡറും തട്ടി വിളിച്ചു. ഒരനക്കവുമില്ല. ഉടനെ തന്നെ അവർ 3 പേരുള്ളതുകൊണ്ട്, ഒരാൾ മെഡിക്കൽ ഫീൽഡിലായിരുന്നു, 3 പേരുള്ളതുകൊണ്ട് കരട്ടി പൾസ് നോക്കി. പൾസ് യാതൊരുമില്ല. ഓടിപ്പോയിട്ട് ഒരാൾ ആംബുലൻസ് വിളിച്ചുകൊണ്ട് വന്ന് എത്രയും ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രി എത്തിച്ചപ്പോൾ ഉടനെ എമർജൻസി മെഡിസിൻ അട്രോപ്പിൻ എല്ലാം കൊടുത്തു. പെട്ടെന്ന് മെഡിക്കലിൽ വളരെ പെട്ടെന്ന് തന്നെ CPR സ്റ്റാർട്ട് ചെയ്തു. ആംബുബാഗ് വിത്തും മാസ്ക് ഉപയോഗിച്ച് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ ഇൻറ്റുബേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. കുറച്ച് പൾസൊക്കെ വന്നപ്പോഴേ തന്നെ ഇൻറ്റുബേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. ഉടനെ തന്നെ ഇൻ്റർട്രക്കിയ ട്യൂബും ലാർജോസ്കോപ്പൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് അതായത് ഇൻറ്റുബേറ്റ് ചെയ്തു. ആവശ്യമായ എമർജൻസി മെഡിസിൻ കൊടുത്തു. ഉടനെ നോർമൽ സെല്ലെല്ലാം കൊടുത്തു. ഇമ്പ്രൂവ് ചെയ്തു ഇങ്ങനെ വരികയാണ് സെല്ലെല്ലാം കൊടുത്ത്. അപ്പം വലിയ മൂഡിലിട്ടു പേഷ്യൻറ്റിനെ. നോക്കുമ്പോൾ പല വ്യത്യാസങ്ങൾ. BP കുറച്ച് കുറയുന്നതായിട്ട് തോന്നി. ഉടനെ തന്നെ BP കൂടാനുള്ള നോറഡ്രിനാലിനും അതിനുശേഷം കുറച്ചുകൂടെ ശക്തിയായി ലഭിക്കുന്ന ഡോപ്പാമിനെല്ലാം കൊടുത്തു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് എല്ലാ മരുന്നും കൊടുത്ത് പേഷ്യൻ്റ് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ട് വരികയാണ്. അങ്ങനെ പേഷ്യൻറ്റ് രക്ഷപ്പെട്ട് വരുമ്പോഴാണ് കാർഡിയക്ക് ഹൃദയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നത്. പിന്നെ അമിനോം കൊടുത്തു. അങ്ങനെ പേഷ്യൻ്റ് ആവശ്യമല്ല ലൈഫ് സസ്റ്റെയിൻ ആയ ലൈഫ് സേവിയുള്ള എല്ലാ മരുന്നുകളും കൊടുത്തു. പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്ത് വരിക. അപ്പോൾ പേഷ്യൻ്റ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി, കാർഡിയാക്ക് ഡിസീസുകളും റെസ്പിറേറ്ററി സംബന്ധമായ അസുഖങ്ങളെല്ലാം മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പേഷ്യൻ്റ് നല്ല ബെറ്ററായി വന്നു, നല്ല ഉഷാറായിട്ട് വന്നു. എല്ലാ മരുന്നും കൊടുത്തു. അവസാനം പേഷ്യൻറ്റിന് ആ വെൻറ്റിലേറ്ററിൽ നിന്നും മാറ്റി ബൈപ്പാപ്പിലേക്കും CPAPിലേക്കും മാറ്റി പേഷ്യൻ്റ് നല്ല ബെറ്ററായി വരികയാണ്. ഉടനെ വെൻറ്റിലേറ്റർ ഡിസ്കണക്റ്റ് ചെയ്തു. ഓക്സിജൻ കൊടുത്തുകൊണ്ട് അദ്ദേഹം നല്ല രീതിയിൽ പൾസും റെസ്പിറേറ്ററി എല്ലാം നന്നായിട്ട് വന്നു. കാരണം വളരെ പെട്ടെന്ന് അവർ എത്തിക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യമായ മരുന്നുകൾ കൊടുത്ത് ഇൻറ്റുബേറ്റ് ചെയ്യുകയും അതോടൊപ്പം BPയും പൾസും റെസ്പിറേറ്ററും കുറഞ്ഞനുസരിച്ച് എല്ലാ മരുന്നും കൊടുത്തു. ലൈഫ് സസ്റ്റെയിൻ ആവശ്യമായ എല്ലാ മരുന്നുകളും ആശുപത്രി എതിർക്കാർ കൊടുത്തു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അവസാനം ഓക്സിജനിലൂടെ കൊടുത്ത് TPSലൂടെ, അതായത് T പോലത്തെ സംഭവം കൊണ്ട് ഓക്സിജൻ കൊടുത്ത് TP അവസാനം അദ്ദേഹത്തിന് മാസ്ക് കഴിഞ്ഞ് മാസ്ക് എടുത്ത് മാറ്റി. അങ്ങനെ പേഷ്യൻ്റ് വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ 3 പേരുടെയും ശക്തമായ പരിശ്രമമാണ്. അവർ കടന്നു പോകുമ്പോൾ ഇത് കാണുകയും പെട്ടെന്ന് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് സ്വാന്തനം എന്നാണ്. ആ സ്വാന്തനം വളരെ അത്ഭുതകരമായി ആ വലിയ അപകടത്തിൽ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മെഡിക്കൽ ടീമിന് മാത്രമല്ല എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പോകുന്ന വഴികളിലും പോകുമ്പോഴെല്ലാം നല്ല സമരിയാക്കാരാനുള്ള ഒരു കൃപയുണ്ടാകുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അതിനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കും.